ടൈംബെക്സിൽ റേസർ പേ ആഡ് ചെയ്ത് ആർക്കും തന്നെ പേയ്മെൻറ്റ് വന്നില്ലായിരുന്നു, പെൻഡിങ് ആയിരുന്നു. അപ്പോൾ വീണ്ടും ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ടൈംബെക്സിൽ റേസർ പേ ആഡ് ചെയ്തവർക്ക് നമ്മുടെ ഇപ്പോഴും അതിനകത്ത് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വാളറ്റിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്ക്, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റേസർ പേ ഇഷ്യൂ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫറും പേടിഎമ്മിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, വിഷയമൊന്നുമില്ല. പക്ഷേ റേസർ പേ ഇപ്പോൾ നമുക്ക് റേസർ പേ വഴിയുള്ള പേയ്മെൻറ്റ് കിട്ടത്തില്ല. അത് പകരം നമുക്ക് ബാങ്കിലേക്കോ പേടിഎമ്മിലേക്കോ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് വീക്ക്, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നിങ്ങളുടെ ക്യാഷ് ഒരിക്കലും പോകത്തൊന്നുമില്ല ഇതിനകത്തോടെ ഏൺ ചെയ്ത്. അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് വരിക. സെറ്റിങ്സ് വന്ന ശേഷം പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഏത് ഇതാണ് വേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ATM എന്നാണ്, ഞാൻ നേരത്തെ തന്നെ ATM ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ തവണ ഞാൻ റേസർ പേ ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി മാറ്റിയതായിരുന്നു. പക്ഷേ പേയ്മെൻറ്റ് ഇങ്ങനെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീണ്ടും ഞാൻ ATMിലേക്ക് തന്നെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ജിമെയിലേക്ക് ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ ചേഞ്ച് ആകുന്നതായിരിക്കും. പിന്നെ ഒന്നും ചെയ്യേണ്ട, ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചേഞ്ച് ആകുന്നതായിരിക്കും. അപ്പോൾ റേസർ പേനെ കുറിച്ച് നിങ്ങൾ റേസർ പേ ഇപ്പോൾ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് എത്ര നാൾ പ്രോബ്ലം സോൾവ് ആകുന്നോ അതുവരെ ബാങ്ക് ട്രാൻസ്ഫറും പേടിഎമ്മും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.